എല്ലാവർക്കും സുഖല്ലേ? അപ്പം നാട്ടിൽ വന്ന വ്ളോഗ് ഞാൻ ഇട്ടായിരുന്നു. നാട്ടിൽ തെയ്യത്തിന് പോയ വ്ളോഗും ഞാൻ ഇട്ടിനി. അപ്പം നമ്മൾ നാട്ടിലേക്ക് എത്തിയിട്ട് നെക്സ്റ്റ് ഡേ പോയ സ്ഥലമാണിത്. അപ്പോൾ മാമനെല്ലാം നമ്മൾ ഖത്തറിൽ നിന്ന് വന്നിനേനു. മാമനും മാമിയും മേമയും എല്ലാം നമ്മൾ വീട്ടിലേക്ക് വന്ന് നമ്മളൊന്ന് ചെറുങ്ങനെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ പോയ സ്ഥലം എന്ന് വെച്ചാൽ കവായി ബീച്ച് പയ്യന്നൂരാണ്. കയക്കിങ്ങിനാണ് പോയത്. കയക്കിങ് അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല റെഡിയായി സുന്ദരന്മാരായിട്ട് നമ്മൾ ഫൈനലി നമ്മളവിടെ എത്തി. ആദ്യം പോയ റോഡ് അവിടെ ബ്ലോക്കായി സ്റ്റോപ്പായിനു. റോഡ് ക്ലോസ് ചെയ്തിന്. നമ്മൾ ഫൈനലി വരവിലേക്ക് പോയി. ഫൈനലി നമ്മളവിടെ എത്തിയിട്ട് മാമനവിടെ കാർ പാർക്ക് ചെയ്ത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി സ്കൂട്ടിയിലാണ് പോയത് കേട്ടോ. നമ്മൾ ഫൈനലായിരുന്നു എത്തി. നമ്മൾ എൻ്റെ വല്യമ്മേൻ്റെ മോളിൽ നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്തിനേനു. അവളങ്ങനെ പുറത്തൊന്നും ഇറങ്ങാത്തതല്ലേ, അതുകൊണ്ട് അവളെയും പിക്ക് ചെയ്ത് നമ്മൾ ഫൈനലി നമ്മളെ സ്ഥലത്തെത്തി. കുറേ ഫോട്ടോസ് വീഡിയോസ് എടുത്ത് നല്ല ബ്യൂട്ടിഫുൾ. നമ്മൾ പോയ സമയം കറക്റ്റ് സമയമാണ് കേട്ടോ. ഒരു 4:35 അറൗണ്ട് എല്ലാവരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ പോകണ്ടു. ഒരു 4:35. കുറേ സമയം അവിടെ കളിക്കാൻ പറ്റില്ല. നമുക്ക് മാക്സിമം ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സേ കളിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഫുൾ വെള്ളത്തിലല്ലേ, കാണിച്ചില്ലട്ടെ എങ്ങനെ സംഭവം ഉള്ളതെന്ന്. അപ്പോൾ നമ്മൾ ഫൈനലി 4:30 ആകുമ്പോൾ നമ്മൾ അവിടെ എത്തി. 2 ബോട്ട് പിടിച്ചു. 2 ബോട്ടും കൂടി 1600 റുപ്പീസ് ആയെന്ന് തോന്നുന്നു. നോട്ട് റിയലി ഷുവർ അബൌട്ട് ഇറ്റ്. സോ ഫൈനലി നമ്മുടെ ബോട്ടിന് കയറി. മാമനും മാമിയും പിള്ളേരെല്ലാവരും കൂടി വേറെ ബോട്ടിന് കയറി. ഞാനും മമ്മിയും മോളി ആൻറ്റിയും എൻ്റെ ഫ്രണ്ടും എല്ലാവരും കൂടിയിട്ട് വേറെ ബോട്ടിൽ കയറി. നല്ല എക്സ്പീരിയൻസ്, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പോകാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറായിരുന്നു. ഒരു വാക്കുകളില്ല ഒന്നും പറയാൻ വേണ്ടി. നമ്മൾ ഫൈനലി കുറേ സമയം അങ്ങനെ കറങ്ങി. നമ്മൾ 1.5 മണിക്കൂർ ഫുള്ള് വെള്ളത്തിലേനു. ലല്ലക്കുട്ടീൻ്റെ കൈയെല്ലാം ഇങ്ങനെ പൊതിർത്ത് പോയിന് വെള്ളത്തിൽ കളിച്ചിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ബോട്ടിനെ തിരിച്ച് ഫോൺ വിളിച്ചിട്ട് എല്ലാവരും കൂടി പോകാൻ റെഡിയായി. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ കുറേ സമയം വെള്ളത്തിൽ കളിച്ചില്ലേ, നല്ലോണം വിശന്നിട്ടാ. അപ്പോൾ അതേപോലെ വരുന്ന പോലെ തന്നെ 2 ബോട്ടിനെ വിളിച്ചിട്ട് കുറച്ച് ആൾക്കാർ ഒരു ബോട്ടിൽ പോയി, കുറച്ച് ആൾക്കാർ നമ്മൾ വേറെ ബോട്ടിൽ വന്നു. പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും നല്ല ബ്യൂട്ടിഫുൾ, നല്ല സൺസെറ്റ് നമ്മൾ കണ്ടു. നല്ല ഓറഞ്ച് ഫുള്ള് മൂണും സണ്ണിനും എല്ലാവരും നമ്മൾ കണ്ടു.
നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ പോവാത്തവരെല്ലാവരും പയ്യന്നൂർ ഭാഗത്ത് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും പോവുക. അത്ര വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അടിപൊളിയാണ് ഫാമിലി ടൈമിന്. ഒറ്റയ്ക്ക് തോന്നിച്ചൊരു കാര്യമില്ല കേട്ടോ. അല്ല, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി. നമ്മൾ റീൽസെല്ലാം കുറേ എടുത്തിന്. അപ്പോൾ റീൽസിൽ നമുക്ക് ഷോർട്സിൽ കാണാം കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളും പ്രണയത്തിൻ ബലമാ പനിനീർ മലരായി നിറയും നീർമണിയായി വന്നുതിരും അനുരാഗക്കുളിരേ ഈരാവിനൊരാനുണ്ടനവേ ആകാശം ചുരുങ്ങിയായി വന്നുതിരും അനുരാഗക്കുളിരേ ഈരാവിനൊരാനുണ്ടനവേ ആകാശം ചുരുങ്ങിയതാ. നമ്മൾ അവിടെ നിന്ന് എല്ലാവരും പുറത്തേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറേ സമയം കളിച്ചുകൊണ്ട് എനിക്ക് നല്ലോണം വിശന്നു. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് എല്ലാവരും ഓരോ ഐസ്ക്രീമും കഴിച്ചിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ട് നമ്മൾ പറഞ്ഞു റെസ്റ്റോറൻറ്റിലൊന്നും കയറണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ചെറിയ തട്ടുകടയിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെറൈറ്റി ഫുഡ് നിങ്ങൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറേ കയറിയപ്പോൾ ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ നമ്മൾ ഫൈനലി ഒരു തട്ടുകടയിൽ കയറി. ഫുള്ള് ടയേർഡായി നിന്നിട്ടാ. നാട്ടിൽ തെയ്യം ഉണ്ട്, അപ്പോൾ തെയ്യവും കാണാൻ പോകണം, ബാല്യ തെയ്യം. നമ്മൾ ഫൈനലി ഒരു തട്ടുകടയിൽ കയറിയിട്ട് അവിടെ നിന്ന് അപ്പം മിക്സും മുട്ടയും ചിക്കനും അങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ എന്നാൽ ബൈ ബൈ, ടേക്ക് കെയർ.